അങ്ങനെ ഇന്നും വീണ്ടും ഹോസ്പിറ്റലിലേക്കാണ്. എൻ്റെ നെയിൽ പകുതി ഇളകിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കൂടി ഇളക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ന് ക്യാബ് ഒരു ചേച്ചിയായിരുന്നു. ഈ ചേച്ചിയുടെ മുടി എന്താ ഇങ്ങനെയെന്ന് നോക്കിയിരിക്കുമ്പോഴത്തേക്കും സ്ഥലം എത്തിന്ന് പറയാൻ പറ്റില്ല. ഏതോ കാടിൻ്റെ ഇടയ്ക്ക് ഇറക്കി വിട്ടിട്ട് ഇവിടെ നിന്ന് അങ്ങ് നടന്നു വന്നു. അങ്ങനെ കുറേ ദൂരം ഞാൻ ഈ വയ്യാത്ത കാലും വെച്ച് നടന്നു. അങ്ങനെ ഫൈനലി നഖം എടുത്തു ഗൈസ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നെ എന്താ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കിയ ചെറിയൊരു നോമ്പ് തുറയാണ്. വേറെ ഒന്നില്ല, നമ്മുടെ സ്ഥിരം കട്ട്ലറ്റ് ഉള്ളിവടയും. കട്ട്ലറ്റ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത്. അതിനെനിക്കിപ്പോൾ പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. അത്രയ്ക്ക് പ്രോ ആയതിൽ. കാരണം നോമ്പ് തുടങ്ങി അന്നോട്ട് ഇന്ന് വരെ അത് തന്നെ ഉണ്ടാക്കുന്നത്. പല വെറൈറ്റി ഒക്കെ പിടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എല്ലാം ഈ കാല് കൊണ്ടുപോയിട്ടുണ്ട്. സാരമില്ല, ഇനിയുണ്ടല്ലോ നോമ്പുകൾ. ഇൻഷാല്ലാ സെറ്റാക്കാം. അങ്ങനെ നോമ്പ് തുറന്നിട്ടുള്ള ഡിന്നറായിരുന്നു ഇതൊക്കെ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ട് ദേ അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്.